ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഈ ഒരു അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ചെറിയ കുറച്ച് അപ്ഡേറ്റുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റുകളൊന്നും വലിയൊരു മേജർ അപ്ഡേറ്റുകളൊന്നും അല്ല, പക്ഷെ ഈ ഒരു അപ്ഡേറ്റുകൾ ഓരോന്നും നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ ആ ഒരു യൂസിങ് എക്സ്പീരിയൻസിനെ ഇമ്പ്രൂവ് ആക്കണ അപ്ഡേറ്റുകളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചെറിയ അപ്ഡേറ്റുകളായിട്ട് പോലും നിങ്ങളേക്ക് എത്തിക്കാന്ന് കരുതിയത്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സംഭവങ്ങളൊക്കെ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക്. നമ്മൾ ഇൻസ്റ്റഗ്രാം തുറന്നാൽ തന്നെ നമുക്ക് ആ ഒരു മാറ്റങ്ങൾ മനസ്സിലാവും. അതായത് കഴിഞ്ഞ ഇതിന്റെ തൊട്ട് മുമ്പത്തെ അപ്ഡേറ്റിൽ ഏറ്റവും കൂടുതൽ പരാതി വന്നിരുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഏറ്റവും അടിഭാഗത്ത് നിന്ന് സെർച്ച് ഐക്കൺ നീക്കിയിട്ട് അവിടെ റീൽസിന്റെ സംഭവം കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് ആ ഒരു പരാതി പരിഹരിച്ചുകൊണ്ട് ഇപ്രാവശ്യം പഴയതുപോലെ തന്നെ സെർച്ച് ഐക്കണ് ഇവിടേക്ക് കൊണ്ടുവരികയും ഇവിടെ ഏറ്റവും അടിയിൽ രണ്ടാമതായിട്ട് സെർച്ച് ഐക്കൺ കൊടുന്നു. അതിന് പകരം റീൽസ് മൂന്നാമതായിട്ട് ഏറ്റവും നടുഭാഗത്തായിട്ട് കൊണ്ടുവന്നു. അതിൻ്റെ അപ്പുറത്ത് ലൈക്കും കമൻറ്റും ഇടുന്ന പോലെ ആസ് യൂഷ്വൽ എല്ലാ സംഭവത്തും ഉണ്ടാകണ മാതിരി അതിനപ്പുറത്ത് നമ്മുടെ പ്രൊഫൈലും. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും എവിടെയാണ് ഇനി നമുക്ക് പോസ്റ്റും കാര്യങ്ങളും റീൽസും ഒക്കെ ആഡ് ചെയ്യാമെന്ന്. ആ ഒരു സംഭവം ഏറ്റവും മുകളിലേക്ക് വന്നിട്ടുണ്ട്. മുകളിൽ ഇതുപോലെ പ്ലസ് ഐക്കൺ ഉണ്ട്. അവിടെ നമുക്ക് പോസ്റ്റ്, സ്റ്റോറി, റീൽസ്, അതേമാതിരി ലൈവ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നും പോകാം. അതിന് പുറമെ സ്റ്റോറി, ലൈവ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു യുവർ സ്റ്റോറി എന്നുള്ള ഓപ്ഷനിൽ അവിടെ നിന്ന് വേണമെങ്കിലും പോവാം. ഇതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം. നമ്മുടെ പ്രൊഫൈൽ എടുക്കാൻ നേരത്ത് അതിൻ്റെ ഏറ്റവും മുകളിൽ നമ്മുടെ യൂസർ ഐ ഡി ഒക്കെ എഴുതിയിരിക്കുന്നത് ഒന്നും കൂടി ബോൾഡായിട്ടാണ്, ഒന്നും കൂടി വലിപ്പം കൂടിയൊരു സംഭവമാണ്. പിന്നെ നമ്മുടെ പോസ്റ്റിൻ്റെ ഇൻസൈറ്റൊക്കെ നോക്കുന്ന സമയത്ത് അവിടെയും മൊത്തത്തിലൊരു എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ ആ ഒരു ടെക്സ്റ്റുകളെ ഫോണ്ടിൻ്റെ കാര്യത്തിലും അല്ലാതെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള മാറ്റങ്ങൾ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ സെർച്ച് ഓപ്ഷനിലാണ്. അവിടെ എന്താ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഏറ്റവും മുകളിലായിട്ട് ഒരു ബോക്സ് ടൈപ്പിൽ പുതിയൊരു ലുക്കിലാണ് നമ്മുടെ സെർച്ച് ഐക്കൺ വരുന്നത്. ഇതും എടുത്തു പറയേണ്ട മറ്റൊരു മാറ്റമാണ്. ഓക്കെ മച്ചന്മാരെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ആരും അങ്ങനെ കമൻ്റ് ഒന്നും ഇട്ട് കാണലില്ല. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റുകളൊക്കെ അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു അടിപൊളി ടെക് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.